കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും ചിയാ സീഡ് കഴിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ചിയാ സീഡ് കഴിക്കുന്ന കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം എന്ന് പോലും അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. ഹായ് ഗേസ്, നമ്മളിന്ന് ചിയാ സീഡിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ചെയ്യണം. അപ്പോൾ ചിയാ സീഡ് ഇപ്പോൾ ഒരുപാട് പേര് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ചിയാ സീഡ്. അപ്പോൾ വയറ് കുറയ്ക്കാൻ, വണ്ണം കുറയ്ക്കാൻ, അമിതഭാരം കുറയ്ക്കാൻ ചിയാ സീഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലാണെങ്കിലും റീൽസിലാണെങ്കിലും ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് അല്ലേ. പക്ഷേ എങ്കിൽ പോലും പലർക്കും എന്തിനാണ് ചിയാ സീഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിക്കണതെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു, അഞ്ചു എനിക്ക് കല്യാണത്തിനും ഡെലിവറിക്കൊക്കെ ശേഷം അത്യാവശ്യം നല്ല വണ്ണമുണ്ട്, വയറുണ്ട്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അപ്പോൾ ചിയാ സീഡ് ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയുമായിരിക്കും അല്ലേ എന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിയാ സീഡ് കഴിക്കുന്നത് നല്ലതാണ്, അമിത ഭാരമൊക്കെ കുറയുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ചിയാ സീഡ് എടി 2-3 വട്ടമൊക്കെ കഴിക്കണോ, അതോ 3 നേരം കഴിക്കണോ, അതോ രാവിലെയും വൈകുന്നേരവും കഴിക്കണോ, എങ്ങനെയാണ് ഈ ചിയാ സീഡ് നമുക്ക് ഇഷ്ടമുള്ള പോലെ കഴിക്കാമോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചുട്ടാ. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പോഴും ചിയാ സീഡ് കഴിക്കുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ ചിയാ സീഡ് കഴിക്കുന്ന കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം എന്ന് പോലും അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ. ആദ്യം തന്നെ ചിയാ സീഡ് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ് കേട്ടോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. 1 ടീസ്പൂൺ ചിയാ സീഡ് എടുത്ത ശേഷം 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. ഒരു 10-15-20 മിനിറ്റോളം ഇട്ട് വെച്ച ശേഷം ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാകുമ്പോൾ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇനി ഇത് എന്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലഡുകൾ, വെജിറ്റബിൾസ്, പാല്, സ്മൂത്തി, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനെ നമുക്ക് ഇതുപോലെയുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ചിയാ സീഡ് കഴിക്കാവുന്നതാണ്. നമ്മൾ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിയാ സീഡ് കഴിച്ചാൽ വണ്ണം കുറയോ, വയറ് കുറയോ, അമിത ഭാരം കുറയോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചിയാ സീഡ് ഒട്ടുമിക്കവരും കഴിക്കുന്നത് ഇതിനൊക്കെ ആണെന്നാണ് എല്ലാവരുടെയും ധാരണ അല്ലേ. അപ്പോൾ ചിയാ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈബറാണ്. ഈ ഒരു ഫൈബർ കണ്ടൻറ്റ് മൂലമാണ് നമ്മുടെ ഉള്ളിലുള്ള കൊഴുപ്പുകളൊക്കെ കുറയ്ക്കുകയും അതുമൂലം നമ്മുടെ അമിതഭാരമൊക്കെ കുറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിയാ സീഡ് കഴിച്ചാൽ വണ്ണം കുറയുമോ എന്നുള്ള കാര്യമാണ് കേട്ടോ. ഈ ഒരു ചിയാ സീഡ് കഴിക്കുന്ന വഴി നമ്മുടെ ശരീരഭാരം കുറയുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു ചിയാ സീഡ് കഴിക്കുന്നത് വഴി എങ്ങനെയാണ് ശരീരഭാരം കുറയണതെന്ന് പലർക്കും അറിയില്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയും. ഈ ചിയാ സീഡ് കഴിക്കുന്നത് വഴി ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിയാ സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈബർ കണ്ടൻറ്റാണ്. അപ്പോൾ ഈ ഒരു ചിയാ സീഡ് കഴിക്കുന്ന വഴി നമ്മുടെ വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയും. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പ് ചിയാ സീഡ് കഴിക്കുന്നവർക്ക് കുറവായിരിക്കും. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ദഹന പ്രക്രിയയൊക്കെ കറക്റ്റാക്കിക്കൊണ്ട് പോകും. നമ്മുടെ ഈ ചിയാ സീഡ് കഴിക്കുന്ന വഴി ദഹനം നമ്മുടെ കറക്റ്റാകും. അതുവഴി നമ്മുടെ മലബന്ധമൊക്കെ ഇല്ലാതാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ ഇത് വേണ്ട രീതിയിൽ അത് നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിയാ സീഡ് നമ്മൾ പ്രോപ്പറായ രീതിയിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മുടെ കൊഴുപ്പും അത്യാവശ്യം നല്ല രീതിയിൽ കുറയത്തുള്ളൂ. ഈ ഒരു ചിയാ സീഡ് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണെങ്കിലും ഈ ഒരു ചിയാ സീഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഈ ചിയാ സീഡ് എന്തോരം ചിയാ സീഡ് ഒരു ദിവസം യൂസ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 2 ടീസ്പൂൺ എന്ന അളവിലാണ് നമ്മൾ ചിയാ സീഡ് കഴിക്കേണ്ടത് കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 1 ഗ്രാം ഫൈബർ എന്ന രീതിയിൽ ഒരു 2 ടീസ്പൂൺ ചിയാ സീഡാണ് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടത്. അളവിൽ കൂടുതലൊക്കെ ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കഴിക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഓക്കെ, ഈ ഒരു ചിയാ സീഡ് പിന്നെ എപ്പോൾ കഴിക്കണം എന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ചിയാ സീഡ് നമുക്ക് നമ്മുടെ കൊഴുപ്പ് കുറയണം അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഒരു വണ്ണമൊക്കെ ഒന്ന് കുറയണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിയാ സീഡ് കഴിക്കേണ്ട ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ നമ്മൾ ചിയാ സീഡ് കഴിക്കുക. മാക്സിമം നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിയാ സീഡ് കഴിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിയാ സീഡ് കഴിക്കുമ്പോൾ നമ്മുടെ ദഹനത്തെ അത് പെട്ടെന്ന് ബാധിക്കും. നമുക്ക് മലബന്ധം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉറക്കം പോലും വരില്ല, നല്ല രീതിയിലുള്ള ഉറക്കക്കുറവുണ്ടാകും. ഉറങ്ങാതിരുന്നാൽ തന്നെയുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. അപ്പം ചിയാ സീഡ് നമ്മൾ മാക്സിമം കഴിക്കേണ്ടത് രാവിലെ കഴിക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. മാക്സിമം നിങ്ങൾ രാത്രി കഴിക്കാനേ പാടില്ല. രാത്രി കിടക്കുന്നതിന് മുമ്പല്ലാതെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചിയാ സീഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഏറ്റവും നല്ലത് നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിൽ കഴിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമ്മുടെ ഈ ഒരു ചിയാ സീഡ് അമിതമായിട്ട് കഴിക്കുന്ന കുറേ പേരുണ്ട് അല്ലേ. അപ്പോൾ അമിതമായിട്ട് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് പ്രോബ്ലംസ്, നമ്മുടെ വയറുവേദന ഉണ്ടാവും, പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, മലബന്ധം ഉണ്ടാവും, പിന്നെ നല്ല ഒന്നാം തരത്തിൽ വയറിളക്കം ഉണ്ടാവും, പിന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അതുവഴി നമുക്ക് രക്തസ്രാവം ഉണ്ടാവാനും പിന്നെ രക്തം കട്ട പിടിക്കുന്ന അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിയാ സീഡ് കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, ഒരുപാട് ഡോക്ടർമാരുടെയൊക്കെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. പക്ഷേ പലരും
സ്കിപ്പ് ചെയ്ത് വിടുന്നതുകൊണ്ടിട്ടാണ് പലരും അത് കാണുന്നില്ല. കുറച്ച് ഭാഗമൊക്കെ മാത്രം കണ്ടിട്ടാണ് ഇതൊക്കെ പോയി യൂസ് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിയാ സീഡ് കഴിക്കുന്നത് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, ഗർഭിണികളായിട്ടുള്ളവരൊക്കെ ചിയാ സീഡ് കഴിക്കുമ്പോൾ അവരുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം കഴിക്കുക. കാരണം ഒരുപാട് അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചിയാ സീഡ് അധികമായാലും നമ്മുടെ ശരീരത്തിന് കൊള്ളില്ല. നമ്മൾ പ്രോപ്പറായി വേണ്ട രീതിയിൽ മാത്രം ചിയാ സീഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം നമുക്ക് നിയന്ത്രിക്കാനും കുറയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചിയാ സീഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമിതഭാരമൊക്കെ കുറയുന്നു കേട്ട ഉടനെ എന്നാൽ നാളെ തൊട്ട് ഞാൻ ചിയാ സീഡ് വാങ്ങി കഴിച്ചേക്കാം, എൻ്റെ ഈ പൊണ്ണത്തരി കുറയട്ടെ, എൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറഞ്ഞ് എൻ്റെ വെയിറ്റൊക്കെ ഒന്ന് ലോസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നാളെ തൊട്ട് നിങ്ങൾ ചിയാ സീഡ് മാത്രം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ വെറും വെയിറ്റൊക്കെ കഴിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു റിസൾട്ടൊന്നും കിട്ടത്തില്ല കേട്ടോ, ഉറപ്പായും കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭക്ഷണം നിർത്തിയ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം കൂട്ടിയ കൊണ്ടോ നമ്മുടെ വെയിറ്റ് ലോസ് ആവാനും പോണില്ല, വെയിറ്റ് നമ്മുടെ അമിത വണ്ണവും വയറൊന്നും കുറയാനും പോണില്ല. നിങ്ങൾ ഡയറ്റീഷ്യനെയൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഡയറ്റ് എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ണം കുറയ്ക്കാൻ പറ്റും. വയറും വണ്ണവും അമിത ഭാരവും ഒക്കെ കുറയണമെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൽ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചെറിയ ചെറിയ വർക്കൗട്ടുകൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ഭക്ഷണവും നമ്മൾ നോക്കണം, എന്നാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള വർക്കൗട്ടും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ വേണ്ട രീതിയിൽ ഒരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാതെ ഡെയിലി ചിയാ സീഡ് കഴിക്കുന്നത് കൊണ്ടിട്ട് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ ഡെയിലി ചിയാ സീഡ് കഴിക്കുന്നത് നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്, ആരോഗ്യം ഉണ്ടാവാനൊക്കെ നല്ലതാണ്, കൊഴുപ്പും അത്യാവശ്യം കുറയാൻ നല്ലതാണ്. പക്ഷേങ്കിൽ അമിതമായിട്ടുള്ള വണ്ണവും വയറും അമിത ഭാരമൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായ രീതിയിൽ വർക്കൗട്ട് ചെയ്തേ പറ്റുള്ളൂ. ചിയാ സീഡും ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലാതെ നിങ്ങൾ അമിതമായി ഒരുപാട് ചിയാ സീഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ വയറ് കുറയല്ലേ വണ്ണം കുറയും, ഇതൊക്കെ നമ്മുടെ ശരിക്കുള്ള തെറ്റിദ്ധാരണയാണ്. ഇപ്പോഴും ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ചിയാ സീഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായി വേണ്ട വിധത്തിൽ മാത്രം കഴിക്കുക കേട്ടോ. നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പ് 1 ടീസ്പൂണൊക്കെ വീതം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരുപാട് കഴിച്ചാൽ പെട്ടെന്ന് എൻ്റെ വെയിറ്റ് കുറയും എന്ന് തോന്നുന്നത് വളരെ തെറ്റായൊരു ചിന്തയാണ്, തെറ്റായൊരു ധാരണയാണ് കേട്ടോ. അപ്പോൾ ചിയാ സീഡ് പുതുതായിട്ട് ഇനി കഴിക്കാൻ തുടങ്ങുന്നവരും ഇപ്പോൾ ആവശ്യത്തിലധികം കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. ഒരുപാട് അളവിൽ കൂടുതൽ കഴിക്കുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഹെൽത്തി പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിയാ സീഡ് കഴിക്കുന്നുണ്ട് എന്നുള്ളവർ അത് പ്രോപ്പറായി വേണ്ട വിധത്തിൽ ചെറിയ അളവിൽ മാത്രം കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.